എല്ലാവർക്കും നമസ്കാരം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. സ്റ്റിച്ചിങ് നേരിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂർ 3 സ്ഥലത്ത് ഞാൻ നേരിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്, വന്ന് പഠിക്കാം. അപ്പോൾ നോക്കുക, ഇതിൽ നമ്മൾ ഒരു പൈപ്പിംഗ് വെച്ചിട്ടുള്ളൊരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇതിൽ ചെയ്യുന്നത് നോക്കുക, ക്യാൻവാസിൻ്റെ ഒരു പീസ് 2 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളത്തിലുള്ളൊരു ക്യാൻവാസ് ഒരു തുണിയിൽ ഒട്ടിച്ചെടുത്ത് അതിൻ്റെ അരുക് ഇതുപോലെ മടക്കി തയ്ക്കുക. അതിനുശേഷം നോക്കുക, ഇതുപോലെ ഇതിൻ്റെ നേരെ സെൻറ്റർ ലൈൻ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, മാർക്ക് ചെയ്തതിന് ശേഷം നോക്കുക, നമ്മൾ 3/4 ഇഞ്ചിനെ 2 ഭാഗമായിട്ട് ഈ ലൈനിൻ്റെ 2 ഭാഗത്തും മാർക്ക് ചെയ്യുക. അതായത് 3 പൈപ്പിംഗ് നിൽക്കാനുള്ള ഒരു വീതിയാണ് നമ്മളോട് മാർക്ക് ചെയ്യുന്നത്. 2 സൈഡിലും 3 പൈപ്പിംഗ് നിൽക്കാനുള്ള വീതി. അപ്പോൾ ഒരു പോയിൻ്റ് മതി ഒരു പൈപ്പിംഗ് നിൽക്കാൻ. അപ്പോൾ 3 3 6 പോയിൻ്റ് 2 സൈഡിലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ഇതിനെയും ഒരു ലൈനാക്കി മാറ്റുക. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നോക്കുക, അടിഭാഗം ഇതുപോലെ ഒരു ട്രയാങ്കിൾ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മൾ ഇത് ഫ്രണ്ട് പാനലിൽ പുറം സൈഡിൽ, അതായത് ഫ്രണ്ട് സൈഡിൽ തന്നെ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക നമ്മൾ. അപ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിൻ്റെ നേരെ സെൻറ്റർ ലൈനിൽ കൂടെ ഇതുപോലെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഇത് ബാക്കിലേക്ക് മടക്കി അയൺ ചെയ്തെടുക്കുക. കലൂർ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കുക, പൈപ്പിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. സ്ട്രെയിറ്റ് പീസാണിത്. അപ്പോൾ ഏറ്റവും ആദ്യം അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് പൈപ്പിംഗ് ചരട് വെച്ചിട്ട് ഇതിൽ പൈപ്പിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് മടക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നേരെ സെൻറ്റർ നമ്മൾ ഇതുപോലെ മടക്കി നേരെ സെൻറ്ററിൽ നിന്ന് 3 ലൈൻ ആയിട്ട് നമ്മൾ ചരട് വെച്ച് തയ്ച്ചെടുക്കുക. ഓരോരോ ലൈൻ വെച്ച് തയ്ച്ച് കറക്റ്റ് ചെയ്തിട്ട് എടുക്കുക. സിംഗിൾ ഫൂട്ട് ഇട്ടിട്ട് തയ്ച്ചെടുക്കുക. പലരും സിംഗിൾ ഫൂട്ട് അവരുടെ മെഷീനിൽ കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. ഓൺലൈനിൽ സിംഗിൾ ഫൂട്ട് സ്റ്റിച്ചിങ് ടൂൾസ് എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ കിട്ടുന്നതായിരിക്കും.
അപ്പോൾ നോക്കുക, ഇതിൽ 3 ലൈൻ പൈപ്പിംഗ് നമ്മൾ ചെയ്തെടുത്തു. അതിനുശേഷം ഈ മടക്കി വെച്ച് തയ്ക്കാത്തതല്ലാത്ത ഈ സൈഡിലുള്ളത് എക്സസ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനെ കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ 2 പീസ് നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ നോക്കുക, അതിന് ശേഷം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഇത് അറ്റാച്ച് ചെയ്തെടുക്കുക. വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാവുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ നോക്കുക, 3 ലൈൻ നമ്മൾ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് ഒറ്റ പീസിൽ തന്നെ. അതിന് ശേഷം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതിലൊക്കെ ഇതുപോലത്തെ സ്ട്രെയിറ്റ് പീസിൽ തന്നെ പൈപ്പിംഗ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പൈപ്പിങ്ങിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമ്മളിതിൽ ലൂപ്പ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൂപ്പ് ഉണ്ടാക്കുന്നത് ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കൊണ്ട് ഞാനിതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ലൂപ്പ് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇത് നോക്കുക, ഇതിൽ നമ്മൾ ഒരു സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു സ്ട്രിപ്പിൽ ഇതുപോലെ 1.25 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിതിൽ 5 ലൂപ്പാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ലൂപ്പ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു പീസിൽ അറ്റാച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സൗകര്യമായിട്ടത് അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നോക്കുക, നമ്മളിത് സ്ട്രിപ്പിൽ അറ്റാച്ച് ചെയ്തെടുത്തു. അതിന് ശേഷം കണ്ടു ഇതുപോലെ ഇത് കറക്റ്റായിട്ട് നമുക്ക് എത്ര ലെങ്ത്തിലാണോ വെക്കേണ്ടത് അവിടുന്ന് ഇതേപോലെ വെച്ച് ഇത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സൈഡ് തിരിച്ച് തയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമുക്ക് ഏത് വരെയാണോ ക്ലോസ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവന്നിട്ട് അത് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്ത് നിർത്തുക എന്നുള്ളത്.
നമ്മുടെ അടിപൊളി നെക്ക് ലൈൻ കഴിഞ്ഞു. ഇനി ഇതിൽ ബട്ടണും അറ്റാച്ച് ചെയ്യണം, കോളറും അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ബട്ടൺ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിക്കാം. അതുപോലെ തന്നെ കോളറും അറ്റാച്ച് ചെയ്തിട്ട് കാണിക്കാം. അത് റൗണ്ട് കോളറാണ്. അപ്പോൾ ഞാനത് മുഴുവൻ ഇതിൽ കാണിച്ച് നിങ്ങളതിനെ ബുദ്ധിമുട്ടിക്കണില്ല. കാരണം ഒരുപാട് വീഡിയോകളിൽ അതെല്ലാം ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. 300-ലധികം വീഡിയോ ഉള്ള ചാനലാണ്. നിങ്ങൾ തീർച്ചയായിട്ടും മറ്റ് വീഡിയോകൾ കാണുക. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഭംഗിയുള്ള ഒരു നെക്ക് ലൈനാണ്. ആർക്കും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.